അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിസ് വിജയ്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ചെറിയൊരു കാര്യമാണ്. അത് തമ്പനിൽ കണ്ടപ്പോൾ എല്ലാവർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുതന്നെയാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രാവശ്യം പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ MIUI യൂസേഴ്സ് അല്ലെങ്കിൽ റെഡ്മിയുടെ ഫോൺ അതുപോലെ പോക്കോൻ്റെ ഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത് എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ പോകാം. അതായത് നമ്മുടെ തീംസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അവിടെ ഓപ്പൺ ആക്കി നമ്മുടെ MIയുടെ ആണ് തീംസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ കുറച്ച് തീംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകും. അപ്പോൾ 3 തീംസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തതല്ല, അതിൽ നടുവത്ത് മാത്രമേ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. ബാക്കി 2 ഫോൺ കിട്ടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് വീണ്ടും റീസ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 അല്ലെങ്കിൽ കിട്ടുമ്പോൾ തന്നെ എന്ന് പറയാം, കിട്ടുന്ന 2 തീംസാണ്. അതിന് നടുവത്ത് മാത്രമേ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് നടുവത്ത് തീം എടുത്തിട്ട് അതിൻ്റെ ഐക്കൺസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ നോണ പറയുകയാണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ ഐക്കൺസ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ ഏത് ഐക്കൺസ് വേറെ 2 കണ്ടില്ല നമ്മൾ, അതിൽ ഏതിൻ്റെ ഐക്കൺസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഐക്കൺ എടുത്തിടാൻ പോവാണ്. എൻ്റെ ഐക്കൺ നോക്കുമ്പോഴും അതുപോലെ ആദ്യത്തെ ഐക്കൺ നോക്കുമ്പോഴും രണ്ടും ഒരേപോലെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും ഐക്കൺ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരിക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഐക്കൺ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം അപ്ലൈ കൊടുത്തിട്ട് അപ്ലൈ ചെയ്തിടാം. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളത് ആയിട്ടുണ്ട്, എല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ പോയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാം മാറിയിട്ടുണ്ട്, വാൾപേപ്പർ വരെ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും ആ തീംസ് അവിടെ പോയിട്ട് എടുക്കുക. തീംസ് എടുത്തിട്ട് ഇനി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോയി എന്നുള്ളത്, അല്ലെങ്കിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഏതിൻ്റെ ഐക്കണാണോ നിങ്ങൾക്ക് വേണ്ടത് അത് അങ്ങോട്ട് എടുക്കുക. എടുത്ത് കഴിഞ്ഞിട്ട് സിസ്റ്റംസ് അല്ല ഐക്കൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് കളയാം. അതായത് ബാക്കിയുള്ള എല്ലാ കാര്യവും കളയാം. എന്നിട്ടാണ് അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഐക്കൺസ് മാത്രം ചേഞ്ച് ആവും. അപ്പോൾ വീണ്ടും പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐക്കൺസിൽ മാറ്റം വന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഉള്ളത് കാണാൻ പറ്റും. അതുപോലെ അപ്പുറത്ത് പോയി നോക്കിയാലും നമുക്ക് ഐക്കൺസിൽ ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.